ഒക്കെ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്ത്യയിൽ ഏകദേശം ഒരു 50% ആളുകൾക്ക് വിറ്റാമിൻ ഡിയുടെ കുറവ് കാണുന്നുണ്ട്. വിറ്റാമിൻ ഡി നമുക്ക് ഫ്രീ ആയിട്ട് സൂര്യവെളിച്ചത്തിൽ നിന്ന്, അതായത് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും ഇത് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒരുപാട് ആളുകളിൽ നിന്ന് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം എന്താ വെച്ചാൽ, നമുക്ക് കറക്റ്റ് ഒരു സമയം അറിയില്ല, ഇത് വെയിൽ എങ്ങനെയാണ് കൊള്ളേണ്ടത് എന്നുള്ള ഒരു ഐഡിയ പല ആളുകൾക്കും ഇല്ല. വിറ്റാമിൻ ഡി കുറയുമ്പോൾ കാൽഷ്യം കുറയും. അങ്ങനെ കാൽഷ്യം കുറഞ്ഞിട്ട് കാലിൽ വേദനയും ക്ഷീണവും ഭയങ്കരമായിട്ടുള്ള ടയർഡ്നെസ്സും ഒക്കെ വരാറുണ്ട്. ഈ ടീച്ചേഴ്സ്, അതേമാതിരി ഉള്ളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ബിൽഡിങ്ങിൻ്റെയൊക്കെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, IT വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ആളുകൾക്ക്, ഈവൻ ഡോക്ടേഴ്സിന് പോലും ഇങ്ങനെ ഒരുപാട് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ കുറവ് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന ഇങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെയിൽ കൊള്ളുക എന്നുള്ളതാണ്. അത് നാച്ചുറലായിട്ട് നമുക്ക് വിറ്റാമിൻ ഡി കിട്ടുകയും ചെയ്യും. ഇത് ഏകദേശം ഏത് സമയത്താണ് വെയിൽ കൊള്ളേണ്ടത് എന്നുള്ളതാണ് പിന്നെ കുറേ ആൾക്കാരുടെ സംശയം. പല ആളുകൾക്കും അറിയാത്തതാണത്. നമ്മൾ ഒരു 10 മണിയുടെയും അതുപോലെ ഒരു 3 മണിയുടെ ഇടയിൽ നമുക്കൊരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ അത് തന്നെ നമ്മുടെ ബോഡിയുടെ ഒരു 25% ഭാഗമെങ്കിലും വെയിൽ കൊള്ളണം. അങ്ങനെ വെയിൽ കൊള്ളുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് വിറ്റാമിൻ ഡി കിട്ടുള്ളൂ. അതേപോലെ തന്നെ വിറ്റാമിൻ ഡിയുടെ ടാബ്ലറ്റ് സപ്ലിമെൻ്റ് എടുക്കുന്ന ആളുകളുണ്ട്. വിറ്റാമിൻ സപ്ലിമെൻ്റ് എടുക്കുന്ന ആളുകളിൽ തന്നെ ചില ആളുകളിൽ നമ്മൾ വിറ്റാമിൻ ഡിയുടെ അളവ് ബ്ലഡിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് കുറവാണ് ഉണ്ടാവാറ്. അതെന്താ വെച്ചാൽ, വിറ്റാമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്. അങ്ങനെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണത്തിൻ്റെയൊക്കെ കൂടെ ഈ സപ്ലിമെൻ്റ് എടുത്താൽ ഈ വിറ്റാമിൻ ഡിയുടെ അബ്സോർപ്ഷൻ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. നമ്മൾ വെള്ളം എടുത്ത് കുടിച്ച് അതിൻ്റെ കൂടെ കുടിച്ചിട്ട് ഇത് അബ്സോർപ്ഷൻ കറക്റ്റ് ആവുകയില്ല. ഈ എന്തെങ്കിലുമൊക്കെ ഫാറ്റി ആയിട്ടുള്ള, അതായത് നോൺ വെജോ അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ ഗീയോ അങ്ങനെയൊക്കെ ഫാറ്റി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മൾ വിറ്റാമിൻ ഡി കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് അബ്സോർപ്ഷൻ നടക്കും. അതുപോലെ തന്നെ നമുക്കിത് സപ്ലിമെൻ്റ് അല്ലാതെ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ട്. മീനുകളിൽ മീൻ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിൽ ഇത് കിട്ടും. അതുപോലെ തന്നെയാണ് എഗ് യോക്കിൽ ധാരാളമായിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗട്ടിൽ ഇത് ധാരാളമായിട്ട് കണ്ട്, പിന്നെ നട്ട്സ്, അതുപോലെ സിറിൽസിലൊക്കെ ധാരാളമായിട്ട് നമ്മൾ വിറ്റാമിൻ ഡി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം എത്ര ഭാഗം, അതായത് ശരീരത്തിൻ്റെ ഒരു 25% ഏരിയയെങ്കിലും നമുക്ക് വെയിൽ കൊള്ളേണ്ടതായിട്ടുണ്ട്. അതായത് മുഖം, കഴുത്ത്, കൈ, കാല് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ വെയിൽ കൊള്ളുകയാണെങ്കിൽ തന്നെ നമുക്ക് ധാരാളം വിറ്റാമിൻ ഡി ശരീരത്തിൽ ഉണ്ടാവും.